ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നേപ്പാളിലെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ സുശീല കർക്കിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. നേപ്പാൾ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും വിശ്വസ്ത പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് KP ശർമ്മ ഒലി സർക്കാർ രാജിവെച്ച പശ്ചാത്തലത്തിലാണ് സുശീല കർക്കി ചുമതലയേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, മണിപ്പൂർ, അസം എന്നിവിടങ്ങൾ സന്ദർശിച്ചു. മിസോറാം തലസ്ഥാനമായ ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാത ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. മണിപ്പൂരിന്റെ വികസനത്തിന് സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഹരി വിരുദ്ധ കർമ്മസേനാ മേധാവികളുടെ രണ്ടാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്ന അദ്ദേഹം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കും. ഏകലക്ഷ്യം പൊതുവായ ഉത്തരവാദിത്വം എന്നതാണ് 2 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന്റെ കരടിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗത്തെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ബിൽ. ഏക കിടപ്പാടം സംരക്ഷണ ബിൽ, മുനിസിപ്പാലിറ്റി ആക്ട് ഭേദഗതി ബിൽ, പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ബിൽ തുടങ്ങിയവയുടെ കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ 2025-26 വർഷത്തെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. 1000 വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. കേരളത്തിൽ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റങ്ങൾ. ഇനി മുതൽ 30 ചോദ്യങ്ങളുണ്ടാകും. 18 ഉത്തരങ്ങൾ ശരിയായാൽ മാത്രമേ ടെസ്റ്റിൽ വിജയിക്കൂ. ഉത്തരം 30 സെക്കൻഡിനുള്ളിൽ നൽകിയാൽ മതിയാകും. ഒക്ടോബർ 1 മുതൽ പുതിയ മാറ്റം നിലവിൽ വരും. സംസ്ഥാനത്ത് മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയത്തിന് ശേഷമുള്ള അടിയന്തര ചികിത്സകൾക്ക് 1962 എന്ന ടോൾ ഫ്രീ നമ്പർ സജ്ജമായതായി മന്ത്രി ജെ ചിഞ്ചുറാണി. ഇടുക്കി പെരുവന്താനം മൃഗാശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരത്ത് ഈ മാസം 18, 19 തീയതികളിൽ അക്ഷരക്കൂട്ട് എന്ന പേരിൽ കുട്ടികളുടെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാഹിത്യരചനയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക, ദിശാബോധം നൽകുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. വിവിധ ക്ലാസുകളിലെ 137 വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി വള്ളസദ്യ നാളെ നടക്കും. ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. 501 പറ അരിയുടെ ചോറാണ് തയ്യാറാക്കുക. വള്ളസദ്യയ്ക്കുള്ള 1500 ലിറ്റർ പാളത്തൈരുമായി കോട്ടയം ജില്ലയിലെ ചേനപ്പിടി കരക്കാർ ആറന്മുളയിലെത്തി. മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ അനുസ്മരണം C സദാനന്ദൻ MP കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അധ്യക്ഷനായി. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ 65 ദിവസത്തേക്ക് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കൊല്ലവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൂടെ ട്രെയിനുകൾ 20 മിനിറ്റ് വരെ വൈകി ഓടാൻ സാധ്യതയെന്ന് റെയിൽവേ അറിയിച്ചു. തെലങ്കാനയിലെ നാഷണൽ സർവേ റവന്യൂ ഉദ്യോഗസ്ഥരും ഇൻഫർമാറ്റിക്സ് സെന്റർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. രാജ്യത്തെ ആദ്യ സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമായ എന്റെ ഭൂമി സംയോജിത പോർട്ടലിനെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് സംഘം എത്തുന്നത്. ചൈനയിൽ നടക്കുന്ന വനിതാ ഹോക്കി ഏഷ്യ കപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ചൈനയെ നേരിടും. ഇന്ന് നടന്ന അവസാന സൂപ്പർ 4-ൽ ഇന്ത്യ ജപ്പാൻ മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു സൂപ്പർ 4 മത്സരത്തിൽ ചൈന ദക്ഷിണ കൊറിയയെ 1-0 പരാജയപ്പെടുത്തി. ന്യൂസിലൻഡ് നഗരമായ ഓക്ലൻഡിൽ നടന്ന പലസ്തീൻ അനുകൂല മാർച്ചിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഏകദേശം 50,000 പേർ മാർച്ചിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നടന്ന ഏറ്റവും വലിയ റാലിയാണിതെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. 2027 നടക്കാനിരിക്കുന്ന 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഇറ്റലിയിലെ റോമിൽ നടന്ന 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടിയിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടന്നു. ചെന്നൈയിൽ തീരസംരക്ഷണ സേന സ്വർണിം ജയന്തിയോടനുബന്ധിച്ചായിരിക്കും ഉച്ചകോടി നടക്കുക. ഇന്ത്യൻ നാവികസേനയുടെ കാർ റാലി നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നാവികസേനയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആഗ്ര, ലഖ്നൌ, വാരാണസി, കാൺപൂർ നഗരങ്ങളിലൂടെ 8 ദിവസങ്ങളിലായി റാലി 1700 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. പോളണ്ടിലേക്ക് റഷ്യൻ ഡ്രോൺ അതിക്രമിച്ച് കടന്നതായി സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നാറ്റോ മേഖലയുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുമെന്ന് അമേരിക്ക. വ്യോമാതിർത്തി ലംഘനങ്ങൾ നേരിടുന്നതിൽ അമേരിക്ക നാറ്റോ സഖ്യകക്ഷികൾക്കൊപ്പം നിലകൊള്ളുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ആക്ടിംഗ് US അംബാസിഡർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.